Hi dears, welcome back to our channel. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പിയാണ് ട്ടോ. വളരെ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതും വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ വെച്ച് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. തേങ്ങയും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരവിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരക്കപ്പിൽ കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പലഹാരത്തിന്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 പഴം ഉടച്ചെടുത്തതാണ്. അപ്പോൾ ഞാനിവിടെ 3 നേന്ത്രപ്പഴം നന്നായിട്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോർക്കോ തവിയോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. 3 പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അളവുകൾ കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് മൈദം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴും ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പഴവും പൊടികളും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിരവിയ തേങ്ങയാണ്. അപ്പോൾ ഞാനൊരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെയാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു മാവിൻ്റെ പരുവുള്ളത്. നമുക്കിത് ഇങ്ങനെ കൈ വെച്ചിട്ട് എണ്ണയിലേക്ക് കോരി ഇട്ട് കൊടുക്കാനുള്ളതാണ്. അതല്ലെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ടും എണ്ണയിലേക്ക് കോരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്നും ചുട്ടെടുക്കണം. ഒരുപാട് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിതിവിടെ ഇളക്കി കൊടുത്തൊരു ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കണം. അപ്പോൾ വളരെ ഈസി അല്ലേ ഇത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ കൂടെ വേണേ. അപ്പോൾ ഇനി ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്